എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് മോർണിംഗ് വ്ലോഗാണ് എടുക്കുന്നത്. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം. അടുപ്പത്ത് ചോറ് വേവുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ തിരക്കുകളാണ്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഗോതമ്പ് റവ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചായിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ രാത്രിയിൽ അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ മക്കളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമാണ് അരി അരച്ച് വെക്കുന്നത്. 2-3 ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് അരച്ച് വെക്കും. അപ്പോൾ പിന്നെ സുഖമാണല്ലോ. കാരണം നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വൈകിട്ട് അരയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ആ മാവ് രാവിലെ അല്ലേ എടുക്കുള്ളൂ, പിറ്റേ ദിവസം രാവിലെ അല്ലേ എടുക്കുള്ളൂ. അപ്പോഴേക്കും ഒരുപാട് പുളിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ സമയം നോക്കിയിട്ട് ഒരു ഉച്ച 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇപ്പോൾ ഒരു 10 മണിക്കൊക്കെ അരച്ച് കഴിഞ്ഞാൽ 1:30-2 മണിയാകുമ്പോഴേക്കും ആവശ്യത്തിന് പുളിയായിട്ട് കിട്ടുമല്ലോ. പിന്നെ മാവെടുത്ത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. ഇതാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് അധികം ഉപയോഗിക്കുക. സൺഫ്ലവറിലാകുമ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നല്ല മൊരിഞ്ഞ് കിട്ടും. അതുപോലെ ഇവിടെയൊക്കെ മൊരിഞ്ഞത് വേണം കേട്ടോ. ഏട്ടനൊക്കെ ഗോതമ്പ് റവ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഗോതമ്പ് റവയ്ക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേ അതിൽ കുറച്ച് നാളികേരം അത്യാവശ്യമായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. നാളികേരത്തിന് ഭയങ്കര വിലയല്ലേ. അപ്പം ഇപ്പം ഇത്തിരി കൊണ്ടുവരൽ കുറച്ചിരിക്കണം. പിന്നെ ഏട്ടനാണെങ്കിലും നാളികേരം അരച്ച കറികളില്ലാണ്ട് പറ്റുകയില്ല. എന്തായാലും കുറച്ചൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പുമാവ് അങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വഴുതനങ്ങ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതും കൊണ്ട് ഒരു മസാലയാണ് ഉണ്ടാക്കണത്. മസാല അല്ല, ഫ്രൈ പോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ. പക്ഷെ നമ്മൾ അധികം മസാലയൊന്നും ചേർക്കില്ല. സവാളയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങോട്ട് കറക്കുക. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങയില്ലേ നല്ലോണം കഴുകി വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ ചേർക്കുക കേട്ടോ. അത് നമ്മൾ ആ മസാലയിൽ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഒന്ന് കറക്കിയാൽ മതി. ഒരുപാട് അരഞ്ഞ് കുഴകുഴാന്നൊന്നും ആവേണ്ട. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അതിനുശേഷം മസാല തിരുമ്മിയിട്ടുള്ള വഴുതനങ്ങ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കുക. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ സാധനം റെഡിയാവും. മാക്സിമം ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതലാവില്ല. ഏട്ടന് ഷോൾഡർ വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡർ അല്ല, കഴുത്തിൻ്റെ താഴെ കയ്യിൻ്റെ ആ ഒരു ജോയിൻറ്റും അല്ല, അതിൻ്റെ മുകളിലായിട്ട് നല്ല വേദനയുണ്ട്. അപ്പോൾ കുറേ കേട്ടോ, കുറേ തൈലൊക്കെ തേച്ച് ഒഴിഞ്ഞു. പക്ഷെ കുറവുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ മാങ്ങോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. കുറവില്ലെങ്കിൽ അപ്പോൾ നമുക്ക് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മരുന്ന് കഴിച്ചപ്പോൾ ചെറിയ കുറവൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഉപ്പുമാവായപ്പോൾ അപ്പോൾ ഞാൻ വേഗം വിളമ്പി കൊടുത്തു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇതാ മരുന്നെടുത്ത് കഴിച്ച് പോവാൻ നിൽക്കുകയാണ്. ഏട്ടന് കഴിക്കാൻ കൊടുക്കുന്നതോടൊപ്പം ഞാൻ ശ്രീകുട്ടിക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ വണ്ടി വരാറായി. പിന്നെ ഇപ്പോൾ അവൾക്ക് ചോറാക്കുകയാണ്. ചോറൊരു പാത്രത്തിലാക്കി. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പരന്ന പാത്രം ഉണ്ട്. അതിൽ വഴുതനങ്ങ ഫ്രൈയും ആക്കി കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നെല്ലിക്ക അച്ചാറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടിഫിൻ ബോക്സ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കുമാണ്. പിന്നെ കാണാനും നല്ല ലുക്കുമാണ്. പിന്നെ ചൂടൊന്നും ആയാലും അത്ര പെട്ടെന്നൊന്നും സംഭവിക്കില്ല. നല്ലൊരു ഭംഗിയുണ്ട് എന്നാൽ നല്ലൊരു പാത്രമാണ് കേട്ടോ.
വഴുതനങ്ങ ഫ്രൈയും നെല്ലിക്കച്ചാറിനും പുറമെ ഞാൻ ചോറാക്കുന്നതിന് തൊട്ട് മുന്നേ ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് മോര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ചെറിയ ഉള്ളി എരിഞ്ഞിട്ടിട്ട് ഒരു വറ്റൽമുളക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലിട്ടു. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചോറൊക്കെ ആയതിനു ശേഷം ഇനി അടുത്ത പരിപാടി ഇതാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ യൂണിഫോമൊക്കെ ഇട്ട് ചിലപ്പോൾ പൊട്ടൊക്കെ വെക്കും, ചിലപ്പോൾ പൊട്ടൊന്നും വെക്കില്ല. നല്ല പണിയാണ്, റെഡിയാക്കി വിടുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് നമുക്ക്. നമ്മൾ മീഷോന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് താമര വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ബേസിൽ മുമർത്തിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മുളച്ച് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ടിനെ. ഏതാ എന്താണെന്നൊന്നും അറിയില്ല. പാടത്ത് ഉണ്ടായിരുന്ന താമര ഉണ്ടല്ലോ, അതിൻ്റെ കിഴങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു 2 കൊല്ലം മുന്നേ. അല്ല 2 കൊല്ലമല്ല, 1 കൊല്ലം മുന്നേ. ഇപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോവാണ്. ഇപ്പൊ വൈകുന്നേരം വരുള്ളൂ. സ്കൂളിൽ പോയിട്ട് നല്ല ഇഷ്ടാട്ടോ. എനിക്ക് സ്കൂളിൽ പോവാൻ നല്ല ഇഷ്ടമാണ്. സ്കൂളിൽ ലീവുള്ള ദിവസം ഞാൻ എന്താ സ്കൂളിലാണെങ്കിൽ പഠിക്കലും പിന്നെ അങ്ങനെ കളിക്കലും ആണ്. പിന്നെ എന്താ ഇവിടെ ആണെങ്കിൽ എന്താ പറയാ, വീട്ടിലാണെങ്കിൽ അതിനൊന്നും പറ്റില്ല, ഒരു മടി. സ്കൂളിൽ പോണ നല്ലത് കേട്ടോ. പോയിട്ട് വാ. വണ്ടി റെയിൻകോട്ട് ഇരിക്കും ചോട്ടില്ല. വണ്ടി വരുന്നിട്ട് പോയാ മതിയേ. അവിടെ വെക്കത്, അവിടെ പോയി നിൽക്കണ്ട, അവിടെ വെക്കും, ഇവിടെ വെക്കോ, അവിടെ വെക്കും. എന്നിട്ട് നീ ഇവിടെ പുറത്തിറങ്ങി നിന്നോ, വണ്ടി വരുമ്പോ എടുത്ത് പോയാൽ മതി. വണ്ടി വരുമ്പോ വന്നാ മതി. എന്ത് സമയമാവുന്നത്? ഇനി അവൾക്ക് ആ സമയത്ത് ഇതാക്കണം, അത് ഓടണം. അവിടെ വെക്കി, അവിടെ വെക്കി. വണ്ടി ഇവിടെ വന്ന് നിൽക്കുമല്ലോ, നിൽക്കുമ്പോൾ അവിടെ വണ്ടി ഉമ്മർത്ത് വന്നിട്ട് തിരിക്കുക. എന്നാലും അവൾക്ക് കുറച്ച് മുന്നേ റോട്ടിൽ പോയി നിൽക്കണം, അതിന് വാശി പിടിക്കുകയാണേ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് ടാറ്റ കൊടുക്കുമ്പോൾ തിരിച്ച് ടാറ്റയൊന്നും കൊടുക്കാതെ അച്ഛൻ പോയിനത്. എന്തായാലും അപ്പൊ തന്നെ അവള് റോട്ടിലേക്ക് ഇറങ്ങിട്ടോ. വണ്ടി വരാനൊന്നും കാത്തു നിൽക്കണില്ല. അവൾക്ക് അതാണ്ടോ ഇതിന് അങ്ങോട്ടും കൂടെ നടക്കാനാണേ. പിന്നെ അതാ ചേച്ചി അനിയത്തിയും കൂടി അപ്പോഴേക്കും സ്നേഹപ്രകടനം, വണ്ടിയൊക്കെ വരാറായി. പിന്നെ അങ്ങനെ വണ്ടി വന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കന്നെ വണ്ടി വന്നു. വണ്ടി ഇങ്ങനെ തിരിക്കുമ്പോൾ അത് അവിടുന്ന് കയറിയാൽ മതി, എന്നാലും വണ്ടി കണ്ട അപ്പം അങ്ങോട്ട് ഓടും. അങ്ങനെയാണ് ആ കുട്ടിയുടെ സ്വഭാവം. ഇനിയിപ്പോൾ ശ്രീകുട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത ഇനിയിപ്പോൾ ശ്രീനുവിനെ റെഡിയാക്കലാണ്. അവള് പിന്നെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കൊണ്ട് ഇനിയിപ്പോൾ ആ പരിപാടി ഇല്ല, നേരെ പുറപ്പെടുവിപ്പിച്ചാൽ മതി. ശ്രീനുവിന് പിന്നെ ഉപ്പേരിയും സ്നാക്സും മാത്രമേ കൊണ്ടുപോകുള്ളൂ. അവള് ചോറൊന്നും കൊണ്ടുപോയില്ല. ടീച്ചർമാർ പറയും ചൂടുള്ള ചോറ് ഇവിടെ കിട്ടുമല്ലോ, പിന്നെ കൊടുത്തയക്കേണ്ടെന്ന്. അപ്പം ഞാൻ കൊടുക്കാറില്ല. ചേച്ചീനെ വണ്ടി കയറ്റി വിട്ടിട്ട് വേഗം ശ്രീനു റെഡിയാവാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. ശ്രീനുവിനെ റെഡിയാക്കാൻ പിന്നെ അധികം പണിയില്ല കേട്ടോ. അപ്പോൾ കഴിക്കലും കുളിക്കലും ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. ഡ്രസ്സ് മാറ്റി പിന്നെ അങ്ങനെ റെഡിയാക്കിയാൽ മതി, മുടിയൊക്കെ കെട്ടി റെഡിയാക്കിയാൽ മതി. എന്താ പിന്നെ ബുക്കൊക്കെ ഒന്ന് വെച്ച് ബാഗിൽ വെച്ച് കൊടുത്താൽ മതി. രാവിലെ ഓൾറെഡി എല്ലാം കഴിഞ്ഞതല്ലേ, അപ്പൊ പിന്നെ പണി എളുപ്പമാണ്. ശരി, ഞങ്ങൾക്ക് ഉണ്ടാതി പോവാ. ഈ നോക്കിക്ക് എനിക്കുണ്ടോ? സ്കൂൾ ചേർത്ത് മുടി അയച്ചൊന്നും ചെയ്തിട്ടോ അധികം കിട്ടും. പഞ്ഞല് കിട്ടിയില്ലെങ്കിൽ അപ്പിച്ചിച്ചാലും നല്ലത്. ടീച്ചർ പറഞ്ഞാ കേക്കണം, അമ്മ പറഞ്ഞാ കേക്കണം, അച്ഛൻ പറഞ്ഞാ കേട്ടില്ല. കണ്ണ എഴുതണ്ടേ? ആ കാണിച്ചിരുന്ന മുട്ടുകമ്മൽ എവിടെ ഉണ്ടോ? അപ്പൊ ഒന്നവിടെ പോയി നന്നായി ഒക്കെ കളഞ്ഞു കേട്ടോ. ഇപ്പൊ കമ്മലിടാണ് വെറുതെന്ന് വാങ്ങി തന്നാലും ഇങ്ങനെ തന്നെ. ലാസ്റ്റ് എങ്ങനെയും പോകുമ്പോ ഒന്നും ഉണ്ടായി.
കഞ്ചി കണ്ണു നേരൂല. പിന്നല്ലേ ആര് കണ്ടത് കണ്ണിലുണ്ട്. എഴുതട്ടോ. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കില്ലേ. ആളാമ കട്ടിയില്ല സ്ലൈറ്റ് ഒക്കെ വെച്ചു. വെച്ചനെ ഇവിടെ ഇങ്ങനെ കൊടുന്നേ വെച്ചിട്ട് വാ. ഞാൻ കൊണ്ടുപോവാ. സ്ലൈറ്റ് പെൻസിൽ വെക്കണ്ടേ? ഇതില് പെൻസില് റബ്ബറും വെച്ചിടണു കേട്ടോ പെന്നൂസേ. പെൻസില് റബ്ബറും വെച്ചിടണു. ഇതാണ് ഈ പെൻസില്, കടലാസ് പെൻസില് ഞാൻ വെച്ചിട്ട് പോയി. ഇതിൽ 2 പെൻസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഉപ്പേരി, സ്നാക്സ്, പോണുണ്ടോ? നേരത്തേക്ക് പോണുണ്ടോ? ഒക്കെ വെച്ചില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ. എന്ത് എന്ത് ബുക്കൊക്കെ ഇതിൽ വെച്ചിട്ട് ഞാനേ എന്തിലേക്ക് കൊടുക്കാനുള്ളത്? കമ്മലുണ്ടോ? തൂക്കമില്ലാത്ത ഇല്ലല്ലോ. തൂക്കമില്ലാത്ത വാങ്ങിക്കൊണ്ട് കളഞ്ഞില്ലേ? വന്നിട്ട് വൈകുന്നേരം ഊരി വെച്ചാൽ ആ വരണ വെള്ളമില്ല. വണ്ടി വരാറായിരുന്നു. ആ അല്ലേ നിങ്ങൾക്ക് തൃപ്തിയായോ? പോരും. കാറ്റ് കുടിക്കാനുള്ള വെള്ളം പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടേ അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ചതാണേ, ഒപ്പം പോകാൻ വേണ്ടിയിട്ടേ. പിന്നെ അവളെ വിട്ടതിന് ശേഷം വേഗം പോയി ഒരു കുടം വെള്ളം കൊടുന്നു കേട്ടോ. എന്നിട്ടാണ് ചായയൊക്കെ കുടിക്കാതിരിക്കുന്നത്. ഏട്ടനൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. കണ്ട ഉപ്പുമാവ് ഉണ്ട്, വഴുതനങ്ങ ഉപ്പേരി ഒരു സൈഡായിട്ട് വെറുതെ വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കട്ടെ. ഇപ്പോൾ ഇതാ ഇന്നലെ ഉണ്ടാക്കി കടലി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കറി ഉണ്ട് കേട്ടോ. ശ്രീകുട്ടി അതാണ് കഴിച്ചത്. ശ്രീകുട്ടിക്ക് ഉപ്പുമാവ് പൊതുവേ ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ചായ കുടിക്കട്ടെ കേട്ടോ. വീണ്ടും നല്ല വ്ളോഗായിട്ട് കാണും വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.